ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ലോകം മുഴുവൻ ഇന്ത്യയെ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വ്യാപാരവും സമ്പത്തും കൃഷിയും കലയും ഒന്നിച്ചു ചേർന്ന് ഒരു മഹാസംസ്കാരത്തെ രൂപപ്പെടുത്തിയ കാലം. ചരിത്രകാരന്മാരിൽ പലരും രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ആ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ആഗോള GDPയുടെ ഏകദേശം 25% ഇന്ത്യയിൽ നിന്നായിരുന്നു. അത് വെറും സമ്പത്തിൻ്റെ കഥയല്ല, ഒരു രാജ്യത്തിൻ്റെ ഏകത്വത്തിൻ്റെ കഥയാണ്. ആ കാലഘട്ടം മുഗൾ ഭരണത്തിൻ്റെ കാലം. മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ എത്തിയത് വെറും ഭരണത്തിനായിരുന്നില്ല, ഒരു വലിയ ദേശത്തെ ഒരുമിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അത്. വിവിധ രാജ്യങ്ങളും രാജവംശങ്ങളും തമ്മിലുള്ള അവസാനമില്ലാത്ത സംഘർഷങ്ങൾ നിറഞ്ഞിരുന്ന ഒരു കാലം ഇന്ത്യക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു കേന്ദ്രീകൃത ഭരണത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്നത് മുഗൾ ഭരണാധികാരികളായിരുന്നു. കലാപകാരികളെ അടിച്ചമർത്തി ചിതറിപ്പോയിരുന്ന പ്രദേശങ്ങളെ ഒരൊറ്റ ഭരണത്തിനടിയിൽ കൂട്ടിച്ചേർത്തു മുഗളന്മാർ. അവർ ഒരു രാഷ്ട്രീയ ഏകത്വം സൃഷ്ടിച്ചു. ആ ഏകത്വമാണ് പിന്നീട് സമാധാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും അടിത്തറയായത്. മുഗൾ രാജാക്കന്മാർ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ടായിരുന്നു: ഒരു രാജ്യം വാളുകൊണ്ട് മാത്രം നിലനിൽക്കില്ല. മനുഷ്യഹൃദയങ്ങൾ ബന്ധിപ്പിക്കുമ്പോഴാണ് ഒരു രാജ്യം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ വൈവാഹിക ബന്ധങ്ങളിലൂടെ വിവിധ സമൂഹങ്ങളെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രമുഖ ഹിന്ദു രാജകുടുംബങ്ങളുമായുള്ള വിവാഹബന്ധങ്ങൾ പരസ്പര വിശ്വാസത്തിൻ്റെ ഒരു പാലമായി മാറി. മുസ്ലിങ്ങളും ഹിന്ദുക്കളും വ്യത്യസ്ത മതവിശ്വാസങ്ങളോടെ ആണെങ്കിലും ഒരേ ഭരണത്തിനടിയിൽ ജീവിക്കാൻ തുടങ്ങി. ഇത് വെറും രാഷ്ട്രീയ നീക്കമല്ലായിരുന്നു, സാമൂഹ്യ സൗഹാർദ്ദത്തിൻ്റെ വിത്തായിരുന്നു. ഭൂരിപക്ഷമായ ഹിന്ദു ജനതയുടെ വിശ്വാസം ആർജിക്കാൻ മുഗൾ ഭരണാധികാരികൾ പല ബുദ്ധിപരമായ തീരുമാനങ്ങളും എടുത്തു. ആ വിശ്വാസം, ആ ബന്ധം, ആ സഹവർത്തിത്വം ഒരു ശക്തമായ സമൂഹത്തെ സൃഷ്ടിച്ചു. ഒരു രാജ്യം സമാധാനം കൈവരിക്കുമ്പോൾ അത് അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം പുറത്തെടുക്കും. യുദ്ധങ്ങൾ കുറഞ്ഞപ്പോൾ ജനങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു. കൃഷി വളർന്നു, വ്യാപാരം വ്യാപിച്ചു, നഗരങ്ങൾ സമ്പന്നമായി. കലകളും സാഹിത്യവും ഒരു പുതിയ ഉയരത്തിലേക്ക് കുതിച്ചു. കോട്ടകളും കൊട്ടാരങ്ങളും പള്ളികളും ക്ഷേത്രങ്ങളും സാഹിത്യവും സംഗീതവും എല്ലാം ചേർന്ന് ഒരു മഹത്തായ സംസ്കാരത്തെ സൃഷ്ടിച്ചു. ഇത് വെറും ഭരണത്തിൻ്റെ വിജയമല്ലായിരുന്നു, സമാധാനത്തിൻ്റെ വിജയമായിരുന്നു. മുഗൾ ഭരണത്തിൻ്റെ അടിത്തറയിൽ ഒരു വലിയ ആശയമുണ്ടായിരുന്നു: സഹിഷ്ണുത, സൗഹാർദ്ദം. ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി അതിൻ്റെ ജനങ്ങൾ തമ്മിലുള്ള ഐക്യത്തിലാണ് എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് വിവിധ മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളുമുള്ള ജനങ്ങൾ ഒരേ ദേശത്തിൻ്റെ ഭാഗമായത്. സമാധാനം നിലനിന്നപ്പോൾ കൃഷിയും സമ്പത്തും കലകളും സ്വാഭാവികമായി വളർന്നു. ഒരു രാജ്യം സൗന്ദര്യമുള്ളതാകുന്നത് അവിടുത്തെ സമ്പത്ത് കൊണ്ട് മാത്രമല്ല, അവിടുത്തെ മനുഷ്യബന്ധങ്ങളാലാണ്. ചരിത്രം ഒരിക്കലും പൂർണ്ണമായും ഒരേ നിറത്തിലുള്ളതല്ല. ചില ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് വിരുദ്ധമായ ചില ഒറ്റപ്പെട്ട പ്രവൃത്തികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
അവ മുഴുവൻ മുഗൾ ഭരണത്തിൻ്റെ പൊതുവായ സ്വഭാവത്തെ വികലമാക്കുന്നില്ല. നൂറ്റാണ്ടുകളോളം നിലനിന്ന ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ മൂലധാര സഹവർത്തിത്വവും ഏകത്വവുമായിരുന്നു. ഇന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ പാഠം നമ്മൾ കാണുന്നുണ്ട്. ഒരു രാജ്യം സമ്പന്നമാകുന്നത് അത് ഒരുമയുള്ളപ്പോൾ മാത്രമാണ്. മനുഷ്യർ തമ്മിൽ വിശ്വാസമുണ്ടാകുമ്പോൾ, സമാധാനം നിലനിൽക്കുമ്പോൾ കൃഷിയും സമ്പത്തും കലകളും സ്വാഭാവികമായി വളരും. മുഗൾ ഭരണകാലം അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ്. കാരണം ഒരുമയുള്ള ഇന്ത്യയാണ് സമ്പദ് സമൃദ്ധമായ ഇന്ത്യയെ സമ്മാനിക്കുക. അതാണ് ചരിത്രം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സത്യം. മധ്യേഷ്യയുടെ തണുത്ത മലനിരകളിൽ ഒരു യുവരാജാവ് ജീവിതത്തോട് പോരാടിക്കൊണ്ടിരുന്നു. ജനനം രാജകുടുംബത്തിൽ, പക്ഷെ കയ്യിൽ സ്ഥിരമായ ഒരു രാജ്യം പോലുമില്ല. തോൽവികൾ, വഞ്ചനകൾ, നഷ്ടങ്ങൾ. എന്നാൽ ഒരു കാര്യം മാത്രം അവൻ ഒരിക്കലും വിട്ടുകളഞ്ഞില്ല: ഒരു വലിയ സാമ്രാജ്യം പണിയണം എന്ന സ്വപ്നം. അവൻ സഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ. ബാബർ ഒരു യോദ്ധാവ് മാത്രമല്ലായിരുന്നു. അദ്ദേഹം ഒരു കവിയായിരുന്നു, ഒരു എഴുത്തുകാരനായിരുന്നു, പ്രകൃതിയെ സ്നേഹിച്ച മനുഷ്യനായിരുന്നു. യുദ്ധങ്ങളുടെ ഇടയിലും അദ്ദേഹം തൻ്റെ മനസ്സിനെ എഴുതി വെച്ചു. തൻ്റെ വിജയങ്ങൾ, തൻ്റെ തോൽവികൾ, തൻ്റെ പേടികൾ പോലും. ആ വാക്കുകൾ പിന്നീട് ബാബർ നാമയായി. ഒരു സാമ്രാജ്യത്തിൻ്റെ കഥ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എഴുതപ്പെട്ടത്. ആ കാലം ഇന്ത്യയിൽ സമാധാനം ഇല്ലായിരുന്നു. ഡൽഹിയിലെ സിംഹാസനത്തിൽ ഇബ്രാഹിം ലോധി ഭരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അസന്തോഷം വളർന്നു. രജപുത്രന്മാരുടെ ഇടയിൽ തന്നെ വിഭജനമുണ്ടായി. ഒരു വിഭാഗം ലോധിയുടെ പക്ഷത്ത്, മറ്റൊരു വിഭാഗം അദ്ദേഹത്തെ എതിർത്തു. ഈ സംഘർഷം ചരിത്രത്തെ തന്നെ മാറ്റാൻ പോവുകയായിരുന്നു. ബാബർ ഇന്ത്യയിലേക്ക് വെറുതെ വന്നതല്ല. ഒരു കൂട്ടം രജപുത്രർ അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവന്നതാണ്. ലോധിയുടെ ഭരണത്തിൽ അസന്തക്ഷരായ ചില നേതാക്കൾ. അവർ അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവന്നു. ഒരു ലക്ഷ്യം മാത്രം: ഇബ്രാഹിം ലോധിയെ തോൽപ്പിക്കുക. ആ ക്ഷണം ഒരു സാമ്രാജ്യത്തിൻ്റെ ജനനത്തിന് വഴിയൊരുക്കി. പാനിപ്പട്ട് യുദ്ധത്തിന് മുൻപുള്ള രാത്രി കാറ്റ് പോലും നിശബ്ദമായി നിന്നു. അവൻ്റെ മുന്നിൽ ആയിരക്കണക്കിന് സൈനികർ. ബാബറിനറിയാമായിരുന്നു, ഇതൊരു സാധാരണ യുദ്ധമല്ല. ഇത് തോറ്റാൽ അവന് തിരികെ പോകാൻ ഒരുപക്ഷെ കഴിയുമായിരുന്നില്ല. അവൻ തൻ്റെ സൈന്യത്തിൻ്റെ മുന്നിൽ നിന്നു, ഒരു പ്രതിജ്ഞ എടുത്തു: ഈ യുദ്ധം നമ്മുടെ വിധിയെ തീരുമാനിക്കും. ആ നിമിഷം ഒരു സൈന്യം മാത്രമല്ല, ഒരു വിശ്വാസം, ഒരു സ്വപ്നം, എല്ലാം ഒന്നായി നിന്നു. 1526 പാനിപ്പട്ട് യുദ്ധഭൂമി. ഒരു വശത്ത് വലിയ സൈന്യം, മറ്റൊരു വശത്ത് ധൈര്യവും തന്ത്രവും. ആ ദിവസം ഒരു രാജവംശം അവസാനിച്ചു. ഒരു പുതിയ സാമ്രാജ്യം ജനിച്ചു. ബാബർ വിജയിച്ചു. യുദ്ധങ്ങൾ അവസാനിച്ചപ്പോൾ ബാബർ ഒരു പുതിയ കാര്യം ചെയ്തു. അവൻ തോട്ടങ്ങൾ പണിയാൻ തുടങ്ങി. ജലധാരകൾ, വൃക്ഷങ്ങൾ, തണൽ. അവൻ ഒരു രാജ്യം മാത്രം പണിതില്ല, ഒരു സമാധാനത്തിൻ്റെ തുടക്കം കുറിച്ചു. സമാധാനം വന്നപ്പോൾ കൃഷി വളർന്നു, ജനങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. യുദ്ധത്തിനു മുൻപ്
ബാബർ തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ തീരുമാനമെടുത്തു. അവൻ മദ്യപാനം ഉപേക്ഷിച്ചു. ഒരു പ്രതിജ്ഞ പോലെ തൻ്റെ സൈന്യത്തിന് മുന്നിൽ ഒരു മാതൃകയായി നിൽക്കാൻ. കാലം കടന്നുപോയി. യുദ്ധങ്ങളും വിജയങ്ങളും പിന്നിലായി. ബാബർ ഒരു ചക്രവർത്തിയായി. പക്ഷേ അവൻ ഇപ്പോഴും ഒരു മനുഷ്യനായിരുന്നു, ഒരു പിതാവ്. അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിനങ്ങളിൽ അവൻ്റെ മനസ്സിൽ ഒരു കാര്യം മാത്രമാണ് ഉണ്ടായിരുന്നത്: അവൻ്റെ മകൻ ഹുമയൂൺ. ബാബർ നട്ട വിത്ത് ഇപ്പോൾ വളരാൻ പോകുന്നു. ഒരു പിതാവിൻ്റെ സ്വപ്നം ഒരു മകൻ്റെ ഉത്തരവാദിത്തമായി മാറുന്നു. ഇവിടെ നിന്നാണ് പുതിയ കഥ തുടങ്ങുന്നത്. ബാബർ ഒരു വലിയ സാമ്രാജ്യം പണിതില്ല. പക്ഷെ അവൻ നട്ട വിത്ത് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു സുവർണകാലമായി വളർന്നു. ഇപ്പോൾ ആ സ്വപ്നം ഹുമയൂണിൻ്റെ കൈകളിലാണ്.